എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ, കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും യേശുക്രിസ്തുവിനെക്കുറിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ വാക്യത്തിലൂടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു മരിച്ചവൻ, മരിക്കുക മാത്രമല്ല ഉയിർത്തെഴുന്നേറ്റവൻ, ഇന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്തിന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നവൻ. അങ്ങനെ ഇരിക്കെ നാം യേശുക്രിസ്തുവിനെക്കുറിച്ച് ദുഃഖിക്കുകയോ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളെ ഓർത്ത്, നമ്മുടെ തലമുറയെ ഓർത്ത് ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ഓർത്ത് കരയുവിൻ എന്നാണ് യേശുക്രിസ്തു പറയുവാനായിട്ടിടയായിത്തീർന്നത്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, നാം ആയിരിക്കുന്ന മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ തലമുറ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നമുക്ക് ലഭിക്കുവാൻ, നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ട്. ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.